എന്നെപ്പോലെ പടക്കം പൊട്ടിക്കാൻ പേടിയുള്ളവർക്ക് സിമ്പിളായിട്ട് പൊട്ടിച്ച് കളിക്കാൻ പറ്റിയ ഒരു ഐറ്റമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഷീറ്റ് A4 പേപ്പർ എടുത്ത് നമ്മുടെ തോക്കിൻ്റെ പ്ലാൻ ഒന്ന് വരച്ചു കൊടുക്കാം. വളരെ റഫായിട്ട് മാത്രം വരച്ചാൽ മതി. അതിനുശേഷം അതിൻ്റെ പിടി വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു തടിയെടുത്ത് കട്ട് ചെയ്തെടുത്ത പിടിയുടെ ഭാഗം അതുപോലെ നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഹാക്സാ ബ്ലേഡ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. നീളവും വീതിയും കട്ട് ചെയ്തതിന് ശേഷം ഒരു ഉളി ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പൈപ്പാണ്. അതിൽ ഞാൻ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. അതിൽ ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പൈപ്പും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗണ്ണിൻ്റെ ബാരലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കോണിൻ്റെ ഷേപ്പുള്ള മെറ്റൽ പീസാണ്. ഒരു കുറ്റിപ്പടക്കം നമ്മൾ എങ്ങനെയൊക്കെ വെച്ചാലും അതിൻ്റെ തിരി അപ്പുറത്ത് വരുന്ന രീതിയിലുള്ള ഒരു ഷേപ്പ് ആയിരിക്കണം. ഇതിനെ നമുക്ക് നമ്മുടെ ബാരലിൻ്റെ മുൻവശത്ത് കൂടി ഇറക്കി വെച്ച് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഭാഗത്ത് കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് MC-യിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാരൽ ചൂടാകുമ്പോൾ പശ ഉരുകി പോകാൻ പാടില്ല. MC-യിൽ ഒരേ അളവിനെടുത്ത് നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി MC-യിൽ ഉപയോഗിച്ച് നന്നായി ഇതുപോലെ ഫില്ല് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ 2 ബാരലും ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അവ തമ്മിൽ ചേർത്ത് വെച്ച് നമുക്കൊരു പേപ്പർ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചെടുത്ത ബാരലിൻ്റെ ഉറപ്പിന് വേണ്ടി ചെറുതായിട്ടൊന്ന് വെൽഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗണ്ണിൻ്റെ ബാരൽ റെഡി ആയിരിക്കുകയാണ്. ഇനി അടിവശത്ത് ഓരോ ഹോൾ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബാരലിൻ്റെ ഒരു സൈഡിൽ സ്ക്രൂ കയറ്റാൻ ഭാഗത്തിന് ഓരോ ഹോളും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പിടിയുടെ മുകൾ ഭാഗത്തു നിന്നും കുറച്ച് ഭാഗം ബാരൽ വെച്ച് പിടിപ്പിക്കുന്നതിനായി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗണ്ണിൻ്റെ പിടി. അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നും കുറച്ച് ഭാഗം ചാല് പോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാരൽ പിടിയിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയി ഉറപ്പിക്കണം. അങ്ങനെ നമ്മുടെ ഗണ്ണിൻ്റെ ഷേപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ലൈറ്ററാണ്. ഇതിനെ നമ്മുടെ പിടിയിൽ ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സിമ്പിൾ ട്രിഗർ ഞാൻ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അഡീഷണലായി ഒരു ചെറിയ ക്ലാമ്പും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രിഗർ മെക്കാനിസം എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ട്രിഗറായി ഉപയോഗിക്കുന്ന കമ്പി ക്ലാമ്പിനുള്ളിലൂടെ എടുത്ത് ലൈറ്ററും അതിനുള്ളിലേക്ക് വെച്ച് കയറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ട്രിഗർ അമർത്തുമ്പോൾ ലൈറ്റർ കത്തും. ട്രിഗറിൻ്റെ പൊസിഷൻ മാറിപ്പോവാതിരിക്കാൻ ഒരു ചെറിയ പീസ് PVC കട്ട് ചെയ്ത് ഇതുപോലെ ഉറപ്പിക്കുന്നുണ്ട്. ഈ ഗണ്ണിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയത് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒട്ടിച്ചു വെച്ച കോൺ പടക്കത്തിൻ്റെ പവർ കാരണം ഇളകിപ്പോകാൻ സാധ്യത ഉള്ളതിനാൽ ഒരു ഇരുമ്പ് കമ്പിയിൽ ഹോളിട്ട് അതിൻ്റെ ഒരു ഭാഗം കോൺ ഷേപ്പാക്കി പൈപ്പിനുള്ളിൽ കയറ്റി വയ്ക്കാൻ പാകത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പഴയ കോൺ ഊരി മാറ്റി പുതിയ പീസ് പൈപ്പിനുള്ളിലേക്ക് കയറ്റി വെച്ച് വെൽഡ് ചെയ്ത് ഉറപ്പിക്കാം. അതുപോലെ 2 ബാരലും സെറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ തോക്കിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മളെ തോക്ക് വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം. ഇനി ഇത് ഞാൻ അങ്ങനെ ബുള്ളറ്റ് ലോഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു പടക്കമാണ്. ഭയങ്കര പവറൊന്നുമില്ല. ഇത് നമ്മളിത് ഈ ബാരലിൽ കൂടി ഇങ്ങനെ ഇടും. അപ്പോൾ നമ്മുടെ പടക്കത്തിൻ്റെ തിരി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതാണ് ട്രിഗർ. ഇത് ഞാൻ ഞെക്കുമ്പോൾ ഈ ലൈറ്റർ കത്തും. സീൻ സാധനം. ഇതിൽ രസം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റീകോയിൽ നമ്മളെ കയ്യിൽ വരും. അതാണ് ഇതിൻ്റെ ഒരു രസം. പിന്നെ നമുക്കിത് ഒന്നുകൂടി ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ഒരു പടക്കം ഇങ്ങനെ എടുക്കണം. നമ്മളിത് ഈ ബാരലിൽ കൂടി ഇങ്ങനെ ഇടും. അപ്പോഴത്തേക്കും തിരി ഇവിടെ വരും. ലോഡായി. ഇനി നമുക്ക് വീണ്ടും പൊട്ടിക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.